ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രവേശനോത്സവത്തിന് പോകാട്ടോ ഇവിടെ സ്കൂളിൽ. അപ്പോൾ എന്താ പറയുക, ഡ്രസ്സ് ഉണ്ടല്ലേ, ഞങ്ങൾ രണ്ടാളും കല്യാണത്തിന് പോണ പോലെയാണ് പോണത് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്നോട്, എങ്ങനെയുണ്ട്, ഇതെങ്ങനെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇവിടെ നിർത്താൻ ചോദിക്കും കേട്ടോ. ഇതൊരു ബിറ്റായിരുന്നു കേട്ടോ ചുരിദാറിൻ്റെ. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഭയങ്കരമായിട്ട് പിന്നി കീറി പോന്നപ്പോൾ അതിൻ്റെ വർക്ക് എടുത്തിട്ട് ഞാൻ വെള്ള ഇങ്ങനെ റണ്ണിങ് ക്ലോത്ത് വാങ്ങിയിട്ട് അതിമക്ക് അതിൻ്റെ വർക്ക് വെച്ച് കൊടുത്ത് ഷാള തന്നെ കേട്ടോ. പക്ഷെ എല്ലാവരും പറയുന്നോട് നല്ല ഭംഗിയുണ്ട് കാണാൻ, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ സുലുവിൻ്റെ പിന്നെ അടിച്ചത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു കേട്ടോ, ഇതെങ്ങനെയാണ് അടിച്ചതെന്നൊക്കെ. അപ്പം ഇന്ന് ഞങ്ങൾ ഈ ലുക്കിലാണ് പോണത്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്ററൊക്കെ ഉണ്ട് കേട്ടോ സ്കൂൾക്ക്. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോണത്, ഇക്കാൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോണത് കേട്ടോ. അപ്പോൾ പോയി വന്നിട്ട് കാണാം. ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നന്നൊക്കെ മഴ വെയിലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് എങ്ങനെയാണോ വരുന്നത്. അപ്പോൾ പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറ്റിയെങ്കിൽ കാണിച്ചു തരുന്നുണ്ട് സ്കൂളത്തതൊക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി കേട്ടോ. വണ്ടി അവിടെ കേക്കിങ്ങാണ്ടൊക്കെ തുടച്ചിട്ടൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി. പിന്നെ ഞാൻ സ്കൂളിലെത്താൻ സമയത്താട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ ഇതിലൊക്കെ അങ്ങാടിയിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇന്ന് സ്കൂൾ തുറക്കായതുകൊണ്ട് വണ്ടി പോകാൻ പറ്റാത്ത തിരക്കാട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഈ 2 സൈഡ് കൂടി വണ്ടികൾ വന്നിട്ട് ഭയങ്കര തിരക്കാണ് റോഡ് കൂടെയൊക്കെ കേട്ടോ. അപ്പോൾ കുറേ സമയം ബ്ലോക്കായി അങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ടൗണിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. ഭയങ്കര പ്രശ്നമായിട്ടോ. ഒന്ന് പേടിയാവും നമുക്ക് വണ്ടി ഓട്ടി പോകുമ്പോൾ, തട്ടുമോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്ന് പോയത്. പിന്നെ സ്കൂളിലോട്ടേക്ക് കയറി കേട്ടോ. അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെ പള്ളിയും, സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പള്ളി കേട്ടോ. ഓള് ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് കേട്ടോ ആദ്യം പഠിച്ചത്. ഇപ്പോൾ ഓളെങ്ങനെ ഈ ഗവൺമെൻറ് സ്കൂൾക്ക് HMS തുറക്കൽ സ്കൂൾക്കാണ് ഉണ്ടാക്കിയാണ്. സ്കൂളിൻ്റെ മതിലാണ് ഈ സൈഡിൽ കാണുന്നത്. പിന്നെ അവിടെയും തന്നെ ഭയങ്കര കുറേ കുട്ടികളുള്ള സ്കൂളായതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മുന്നേ തന്നെ ഇങ്ങനെ സ്വീകരിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളിനെ തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതൊക്കെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. അവിടെയൊക്കെ നല്ലോണം അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിരുന്നു കേട്ടോ സ്കൂളൊക്കെ. പിന്നെ ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമുക്കൊരു സന്തോഷമാണല്ലോ കുട്ടികളെ ആദ്യത്തെ ദിവസം സ്കൂൾക്ക് ആക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ട് ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ നല്ല വെയിലാണ്, പുറത്തു വെയിലാണ്. കുറഞ്ഞ സമയം കൊണ്ട് നാം ഈ പ്രോഗ്രാം അവസാനിപ്പിക്കും. പിന്നെ അവിടെ സ്കൂളിൻ്റെ HM ആണ് സംസാരിക്കണത്. അതിനുശേഷം മഞ്ചേരി ചെയർപേഴ്സൺ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു മുതിർന്ന ആൾ, അതായത് ഏറ്റവും വലിയൊരു കാരണവർ, അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത സ്കൂളാണ് കേട്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്ത സ്കൂളാണ് HMS തുറക്കൽ എന്ന് പറയുന്നത്. അത്രയും കുട്ടികൾക്കുള്ള ബാഗ്, സ്കൂൾ ബാഗ് ഈ അവിടുത്തെ ടീച്ചേഴ്സാണ് അവർക്ക് കൊടുത്തത് കേട്ടോ. ടീച്ചേഴ്സ് കൂടിയിട്ട് കൊടുത്തേക്കാണ് എല്ലാ കുട്ടികൾക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ കൊടുത്തേണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതിന് ശേഷം ചെറിയ കുഞ്ഞു കുട്ടികളെ വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓളെ ക്ലാസ്സിൽ ഇരുത്തണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ക്ലാസ്സിൽ എത്തിയാണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ നടക്കണ ഈ ആൾക്ക് തന്നെ പോന്നിരുന്നു കേട്ടോ. ഓളത് ഇപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ്. ഓളെ ക്ലാസ്സിൻ്റെ വരാന്തയിൽ നിന്നുള്ള സ്കൂളിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഓക്കെ, ബൈ.